മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ, സുരേഷ് കുമാർ, അഞ്ജു എന്നിവരെ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് 1.72 കോടി CMRL നിന്നും കൈപ്പറ്റിയെന്ന കേസിന്റെ വിവരങ്ങൾ അറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ. ഇതിനിടെ ED അന്വേഷിക്കുന്ന കരുവന്നൂർ കേസിൽ നിക്ഷേപകർക്ക് പണം നൽകാൻ തയ്യാറാണെന്ന് കൊച്ചിയിലെ PMLA കോടതി ED അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് യാതൊരുവിധ സേവനവും നൽകാതെ കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കാനാണ് CMRL ഉദ്യോഗസ്ഥരെ ED വിളിച്ചു വരുത്തിയത്. നേരത്തെ ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല. തുടർന്ന് CMRL MD ശശിധരൻ കർത്തായോട് ഹാജരാവാൻ ED നോട്ടീസ് നൽകി. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറും നടത്തിയ പണമിടപാടുകളുടെ രേഖകളുമായാണ് CMRL IT ഫിനാൻസ് പ്രതിനിധികൾ കൊച്ചിയിലെ ഓഫീസിലെത്തിയത്. ED മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശത്തിനെതിരെ CMRL MD SN ശശിധരൻ കർത്ത നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. തുടർന്ന് CMRL ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, IT മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരാണ് ED ഓഫീസിൽ ഹാജരായത്. CMRL പ്രതിനിധികളിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ഇതിനിടെ ED അന്വേഷിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ നിക്ഷേപകർക്ക് പണം നൽകാൻ തയ്യാറാണെന്ന് ED കോടതിയെ അറിയിച്ചു. പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് നൽകാമെന്നാണ് ED അറിയിച്ചത്. കരുവന്നൂർ ബാങ്കിന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും PMLA നിയമത്തിലെ പുതിയ ഭേദഗതിയിൽ ഇക്കാര്യം അനുവദിക്കുന്നുണ്ടെന്നും കൊച്ചി PMLA കോടതിയെ ED അറിയിച്ചു. പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജിയിലാണ് EDയുടെ മറുപടി. 108 കോടിയുടെ ബാങ്ക് അക്കൗണ്ടും സ്വത്തുക്കളുമാണ് ED ഇതുവരെ കണ്ടുകെട്ടിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി.